നമുക്ക് കിടിലം ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കിയാലോ. ഒരുപാട് ഐറ്റം ഫ്രൂട്ട്സ് വെച്ച് ഒരു കിടിലം ഫ്രൂട്ട് സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് കസ്റ്റമറോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പേരയ്ക്ക ഉണ്ട്, ആപ്പിളുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, കപ്പലണ്ടിയുണ്ട്, മുന്തിരിങ്ങപ്പഴമുണ്ട്, പിന്നെ ആപ്പിളുണ്ട്. ഏകദേശം ഒരു 11ഓളം ഐറ്റം ഉണ്ട് ഫ്രൂട്ട് സർബത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഫ്രൂട്ട് സർബത്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പോയാൽ അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പ്രസും കാര്യങ്ങളൊക്കെ ആവും. ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, രുചികരമായിട്ട് കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആയുർവേദ കോളേജിൽ കുന്നുംപുറത്തുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലിത് സെറ്റാണ്. അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഫ്രൂട്ട് സർബത്ത്. ഫ്രൂട്ട് സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് കസ്റ്റമറോട് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചതാണ്. കുറേയൊക്കെ വീഡിയോ എടുത്തു, കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കസ്റ്റമറിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റമറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാം. എന്താ കേട്ടോളി കസ്റ്റമറിൻ്റെ അഭിപ്രായം. അവരോ കറക്റ്റല്ലേ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? തേനീച്ച ശല്യം മട്ടിങ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറച്ച് കോംബോ ഓഫറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ കോളേജ് കുന്നംപുറത്താണ്. വേദ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും. സഫേൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് വരും. അപ്പം ആ വഴി പോകുന്നൊരു കയറിക്കോളും.